ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ അനുഭവവേദ്യമാകുന്ന കരുതൽ കലർന്ന സ്നേഹം, ഹൃദയം പകുത്തു നൽകിയുള്ള പുഞ്ചിരി. പ്രൈമറി സ്കൂൾ അധ്യാപകൻ കോടിയേരി മൊട്ടുമ്മൽ കുഞ്ഞുണ്ണിക്കുറുപ്പിന്റെയും നാരായണി അമ്മയുടെയും മകൻ കോടിയേരി ബാലകൃഷ്ണൻ. 1953 നവംബർ 16 ജനിച്ച ഇദ്ദേഹം കോടിയേരി ഓണിയൻ ഹൈസ്കൂൾ, മാഹി മഹാത്മാഗാന്ധി കോളേജ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 1970 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. കണ്ണൂരിൽ നടന്ന മിച്ചഭൂമി സമരത്തിലൂടെയാണ് സമരതീക്ഷ്ണമായ ജീവിതം പരിപാകമാകുന്നത്. പിന്നീട് RSSകാർ തലശ്ശേരിയിൽ കലാപം അഴിച്ചുവിട്ടപ്പോൾ അക്രമം ചെറുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി. SFIയുടെ ജനറൽ സെക്രട്ടറി. അന്ന് സ്വകാര്യ കോളേജുകളിൽ സംവരണവും മെറിറ്റുമില്ല. SFIയുടെ സമരത്തെ തുടർന്ന് 80% മെറിറ്റും സംവരണവും നിലവിൽ വന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പ്രക്ഷോഭ സമരം സംഘടിപ്പിച്ചു. വിജയം വരിച്ച സമരം പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ സുവർണ അധ്യായമായി. കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ KSU അടക്കി ഭരിക്കുന്ന കാലം. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച യൂണിയനെതിരെ കോടിയേരിയുടെ നേതൃത്വത്തിൽ SFI സമരഭൂമികയിൽ. ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിലും KSUവിനെ തള്ളിക്കളഞ്ഞ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം SFIയെ നെഞ്ചോട് ചേർത്തു. അടിയന്തരാവസ്ഥയ്ക്കെതിരെ സംസ്ഥാനത്ത് ആദ്യമുയർന്ന ശബ്ദം SFIയുടേതായിരുന്നു. സമരമുഖത്തേക്കിറങ്ങാനുള്ള കോടിയേരി ബാലകൃഷ്ണന്റെ ആഹ്വാനത്തോടെ വിദ്യാർത്ഥി സമൂഹം ഇളകിമറിഞ്ഞു. അവരുടെ സമരവീര്യം കേരളമാകെ കത്തിപ്പടർന്നു. പ്രവർത്തകരെ പോലീസ് വേട്ടയാടാൻ തുടങ്ങി. ഒളിവിൽ പോയെങ്കിലും പോലീസ് കോടിയേരിയെ കണ്ടെത്തി മിസ ചുമത്തി അറസ്റ്റ് ചെയ്തു. തുടർന്ന് 1.5 വർഷം അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നതുവരെ ജയിൽവാസം. അടിയന്തരാവസ്ഥ വിരുദ്ധ സമരമായിരുന്നു കോടിയേരിയുടെ വിദ്യാർത്ഥി സമര ജീവിതത്തിലെ നാഴികക്കല്ല്. 1969 16ാമത്തെ വയസ്സിൽ കോടിയേരിയുടെ പ്രവർത്തന മികവ് കണക്കിലെടുത്ത് CPIMന്റെ ഈങ്ങയിൽ പീടിക ബ്രാഞ്ചിൽ കാൻഡിഡേറ്റ് മെമ്പറാക്കി. 1970 പാർട്ടി അംഗമായി. 71 ബ്രാഞ്ച് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1980 CPIM തലശ്ശേരി മുനിസിപ്പൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. തലശ്ശേരിയിലെ ലോറി തൊഴിലാളികളെ അദ്ദേഹം സംഘടിപ്പിച്ചു. ഓൾക്കാർട്ട് ബ്രദേഴ്സ് കോഫി വർക്കേഴ്സ് യൂണിയൻ, ചെത്ത് തൊഴിലാളി യൂണിയൻ, CITU എന്നീ സംഘടനകളുടെ ഭാരവാഹിത്വവും വഹിച്ചു. എന്തിനും പോന്ന ചുറുചുറുക്കുള്ള യുവാവിനെ ഇന്നും തലശ്ശേരിയിലെ പഴയ തലമുറ ഓർക്കുന്നു, അഭിമാനിക്കുന്നു. കോടിയേരി DYFIയുടെ ജില്ലാ പ്രസിഡന്റായത് 1980 തുടർന്ന് കർഷക സംഘത്തിന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായി. പിന്നീട് 1987 CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി കോടിയേരി ചുമതലയേറ്റു. ദളിത് ആദിവാസി വിഷയങ്ങളിൽ എന്നും ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ള കോടിയേരി പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരിക്കുന്ന കാലത്ത് ആറളം ഫാമിലെ മണ്ണിന്റെ മക്കൾക്ക് ഭൂമി ലഭിക്കുന്നതിനുള്ള പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ചു. അതോടെയാണ് ആറളത്തു നിന്നും കണ്ണൂർ കളക്ടറേറ്റിലേക്ക് ആദിവാസികൾ കാൽനടയായി എത്തിയത്. മുത്തങ്ങയിൽ ആന്റണിയുടെ ഭരണകൂടം നടത്തിയ നരനായാട്ടിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റ് പടിക്കൽ കോടിയേരി നടത്തിയ നിരാഹാര സമരവും ചരിത്രത്തിലെ സിന്ദൂര ചാർത്തുകളാണ്. കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തെ തുടർന്ന് കണ്ണൂരിൽ MV രാഘവനെ പ്രവേശിപ്പിക്കില്ല എന്ന് CPIM പ്രഖ്യാപിച്ചു. രക്തപ്പുഴകൾ ഒഴുക്കാൻ തീരുമാനിച്ചുറപ്പിച്ച് രാഘവൻ ജില്ലാ ബാങ്കിന്റെ പരിപാടിയിലെത്തി. കോടിയേരിയുടെ നേതൃത്വത്തിൽ 1000കണക്കിന് സമര വോളണ്ടിയർമാർ ബാങ്ക് വളഞ്ഞു. പോലീസുകാർ നിറതോക്കുമായി പൊസിഷൻ എടുത്തു. ജില്ലാ പോലീസ് മേധാവിയും കളക്ടറുമൊക്കെ സ്ഥലത്തെത്തി. പിരിഞ്ഞുപോയില്ലെങ്കിൽ വെടിവെക്കുമെന്ന് ഭീഷണി മുഴക്കി. എന്നാൽ വെക്കടാ വെടി എന്ന നെഞ്ചൂക്കോടെ കണ്ണൂരിലെ വിപ്ലവ പ്രസ്ഥാനം നിലയുറപ്പിച്ചു. ഒരു വോളണ്ടിയർ പോലും സമരമുഖത്ത് നിന്ന് പിന്മാറിയില്ല. അതോടെ മന്ത്രി MV രാഘവന് പരിപാടി ഉപേക്ഷിച്ച് തിരികെ പോകേണ്ടി വന്നു. തന്റെ സമര വഴികളിലെ നാഴികക്കല്ലായി കോടിയേരി അടയാളപ്പെടുത്തുന്നത് ഈ പ്രക്ഷോഭത്തെയാണ്. 1987, 2001, 2006, 2011 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തലശ്ശേരിയിൽ നിന്ന് നിയമസഭയിലെത്തിയ കോടിയേരി 11ാം നിയമസഭയിൽ പ്രതിപക്ഷ ഉപനേതാവായിരുന്നു. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനുമായിരുന്ന കോടിയേരി 12ാം നിയമസഭാ കാലത്ത് ആഭ്യന്തര വിജിലൻസ് ടൂറിസം വകുപ്പ് മന്ത്രിയായി. രാജ്യത്തെ ഏറ്റവും മികച്ച ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കുള്ള ഉപഹാരം അക്കാലത്ത് കോടിയേരിയെ തേടിയെത്തി. ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളിലൂടെ പോലീസിനോട് ജനങ്ങൾക്കുള്ള ഭയം മാറ്റുന്നതിൽ അദ്ദേഹം വിജയിച്ചു. പോലീസുകാരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചു. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചതിന്റെ ഭരണ മികവും കോടിയേരിക്ക് സ്വന്തമാണ്. വെടിയുണ്ടകൾക്കും വാൾത്തലപ്പുകൾക്കും മുന്നിൽ വിരിമാർ കാട്ടിയ മറ്റൊരു വടക്കൻ വീരഗാഥ. ഫാസിസം അതിന്റെ സകല ആസുരതകളോടെയും പത്തിവിടർത്തിയാടുന്ന നാളുകളിൽ പാവപ്പെട്ടവന്റെ അവസാന ആശ്രയമായ ഒരു പ്രസ്ഥാനത്തെ നയിക്കാനുള്ള കരുത്തും കരളുറപ്പും പകർന്നേകിയ കാലത്തിന് ലാൽ സലാം. തീയിൽ തളിരിട്ടത് വെയിലിൽ വാടില്ലെന്നതിനാൽ ഈ ധീരസാരഥ്യവും ചരിത്രത്താളുകളിൽ ഇടം പിടിക്കുമെന്നത് തീർച്ച.